നിപ്പയുടെ 5ാം വരവിന്റെ ഭീതിയിലാണ് സംസ്ഥാനം. ഇന്നലെയാണ് നിപ്പ ബാധിച്ച് 14 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെടുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ റൂട്ട് മാപ്പ് വളരെ വിശദമായിട്ട് തന്നെ ആരോഗ്യ വകുപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം. 11ാം തീയതി ജൂലൈ 11 രാവിലെ പാണ്ടിക്കാട്ടെ ചെമ്പ്രശ്ശേരിയിലെ വീട്ടിലാണ് കുട്ടി ഉണ്ടായിരുന്നത്. രാവിലെ 6:50 ചെമ്പ്രശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് CPB ബസ്സിലാണ് കുട്ടി യാത്ര ചെയ്യുന്നത്. രാവിലെ 7:18 8:30 ഇടയിൽ ബ്രൈറ്റ് ട്യൂഷൻ സെന്ററിലാണ് കുട്ടി ചെലവഴിച്ചിരുന്നത്. ആ സമയം അത്രയും. പിറ്റേ ദിവസം കുട്ടിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ അതുപോലെ തന്നെ പനിയൊക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് രാവിലെ നേരെ ഓട്ടോയിൽ ഡോക്ടർ വിജയൻ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. രാവിലെ 8നും 8:30ക്കും ഇടയിൽ ഈ ഡോക്ടർ വിജയൻ ക്ലിനിക്കിലാണ് കുട്ടി സമയം ചെലവിട്ടിരുന്നത്. അത് കഴിഞ്ഞതാ നോക്കൂ, പിറ്റേ ദിവസം ഈ മരുന്ന് കൊടുത്തു, പക്ഷേ ആ മരുന്നിൽ ഈ പനി കാര്യമായിട്ട് കുറയുന്നില്ല. പിറ്റേ ദിവസം അതായത് ജൂലൈ 13 PKM ആശുപത്രിയിലേക്കാണ് കുട്ടി എത്തുന്നത്. അവിടെ രാവിലെ 7:30 മുതൽ 10:15 വരെ കുട്ടി അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. രാവിലെ 10:15 മുതൽ 10:30 വരെ ആശുപത്രിയുടെ ക്യാൻറ്റീനിലും കുട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാണ്ടിക്കാട്ടെ വീട്ടിലേക്ക് തിരിച്ച് മരുന്നുമായിട്ട് വരികയാണ്. പക്ഷേ ആ ചികിത്സയും യാതൊരു ഫലം കാണുന്നില്ല, പനി തീരെ കുറയുന്നില്ല. 15ാം തീയതി ഈ ചികിത്സ ഫലിക്കാതെ വന്നപ്പോൾ വീണ്ടും PKM ആശുപത്രിയിലേക്ക് കുട്ടി എത്തുകയാണ്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 6:20 വരെ അവിടെ കാര്യമായിട്ടുള്ള നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു കുട്ടി കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് 15ാം തീയതി മൗലാന ആശുപത്രിയിലേക്ക് നേരെ കുട്ടിയെ മാറ്റുകയാണ്. ആംബുലൻസിലായിരുന്നു യാത്ര. 19 വരെ, അതായത് 15ാം തീയതി മുതൽ ജൂലൈ 19 വരെ അവിടെ പീഡിയാട്രിക് ICUവിൽ കുട്ടി നിരീക്ഷണത്തിൽ തുടരുകയായിരുന്നു. അവിടെ നിന്നും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നില്ല. അങ്ങനെ 15ാം തീയതി വൈകിട്ട് 5:30 മിംസ് ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കുട്ടിയെ കൊണ്ടുപോകുന്നു. മിംസ് ആശുപത്രിയിലെ അവിടെ നിരീക്ഷണത്തിൽ വെച്ച ശേഷം 20ാം തീയതി രാത്രി 7 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധമായിട്ടുള്ള ഒരു ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നു. നിപ്പയാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു. ഈ വൈറസ് ബാധയാണോ, വീണ്ടും നിപ്പയുടെ വരവാണോ എന്നുള്ള ആ ജാഗ്രതയിലേക്ക് സംസ്ഥാനം നീങ്ങുന്ന സമയത്ത് ഇന്നലെ അതിദാരുണമായിട്ട് നമ്മൾ ആ വാർത്ത അറിയുന്നു, വേദനിപ്പിക്കുന്ന ആ സംഭവം അറിയുന്നു. നിപ്പ ബാധിച്ച് ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇതാണ് റൂട്ട് മാപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഈ സ്ഥലത്ത് ഈ സാഹചര്യങ്ങളിലൊക്കെ വന്ന് പെട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും കൺട്രോൾ റൂമിനെ, ആരോഗ്യ വകുപ്പിനെ, ആരോഗ്യ വിഭാഗത്തെ ബന്ധപ്പെടേണ്ടതാണ്. ജാഗ്രതയാണ്, കരുതലാണ് ഈ വൈറസിനെ തോൽപ്പിക്കാനുള്ള ഏക മാർഗം. അതുകൊണ്ട് ഈ റൂട്ട് മാപ്പ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ സ്ഥലത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്നവർ കൃത്യമായിട്ട് വളരെ നിർബന്ധമായിട്ട് തന്നെ ആരോഗ്യ വകുപ്പിനെ ബന്ധപ്പെടുക.